Welcome dears. ഇന്ന് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്റർ. നമ്മുടെ +1 ടോപ്പിക്സിൽ 9th ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്. സോളിഡ്സ് എന്ന പേര് കേൾക്കുന്ന സോളിഡ്സ് നമുക്കറിയാം, മാറ്ററിനെ 2-3 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് എന്ന് പറയുന്നത്. അതിൽ സോളിഡിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഇറ്റ് ഈസ് ഹാവിങ് എ ഡെഫിനറ്റ് സൈസ് ആൻഡ് ഷേപ്പ്. സൈസും ഷേപ്പും മാറില്ല, ഭയങ്കര സ്റ്റിഫായിട്ടുള്ള ആ ഒരു മാറ്ററിൻ്റെ കാറ്റഗറിയാണ് നമ്മൾ സോളിഡ്സ് എന്ന് വിളിക്കുക. ഈ സോളിഡ്സിൻ്റെ ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടിയാണ് നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിൻ്റെ പേര് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി? ഇലാസ്റ്റിസിറ്റി എന്താണ് എന്ന് കാണുമ്പോൾ, ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു നേച്ചർ ഉണ്ട് അല്ലേ? ഇതല്ലേ ഇലാസ്റ്റിക് നേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ ബോഡിക്ക് ഒരു ചേഞ്ച് ഉണ്ടാവുന്നു, അത് വലിഞ്ഞു വരുന്നതിനാണ് നമ്മുടെ മനസ്സിലുള്ള ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ആക്ച്വലി വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി ഈസ് വെൻ യു അപ്ലൈ എ ഫോഴ്സ് ഓൺ എ ബോഡി ടു ചേഞ്ച് ഇറ്റ് സൈസ് ഓർ ഷേപ്പ്, ഇറ്റ് ഇസ് നോൺ ആസ് ഡീഫോമിംഗ് ഫോഴ്സ്. ഡീഫോമിംഗ് ഫോഴ്സ്, ഫോമിനെ മാറ്റണ ഫോഴ്സ്. അപ്പോൾ ഒരു ബോഡിയുടെ സൈസിനോ ഷേപ്പിനോ അതിൻ്റെ ഫോമിനോ ഒക്കെ മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ പേരാണ് എന്ത്? ഡീഫോമിംഗ് ഫോഴ്സ്. അങ്ങനെ ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഫോഴ്സ് നിർത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും. ആ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാനുള്ള കാരണം അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന റെസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. ആ റെസ്റ്റോറിംഗ് ഫോഴ്സ് ബോഡിക്ക് ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ്. നേരത്തെ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അത് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അത് തിരിച്ച് ബോഡിയെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ പേര് ഡീഫോമിംഗ് ഫോഴ്സ്. ഇതിൽ നിന്ന് തിരിച്ച് അതിന്റെ പഴയ അവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടി ബോഡിക്ക് ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത ഫോഴ്സിന്റെ പേര് റെസ്റ്റോറിംഗ് ഫോഴ്സ്. നല്ലൊരു ഇലാസ്റ്റിക് ബോഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത ഡീഫോമിംഗ് ഫോഴ്സും തിരിച്ച് അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന റെസ്റ്റോറിംഗ് ഫോഴ്സും തുല്യമായിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ യു ക്യാൻ റൈറ്റ് ആൻ ഇക്വേഷൻ ലൈക്ക് ഡീഫോമിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മൈനസ് റെസ്റ്റോറിംഗ് ഫോഴ്സ്. ഡീഫോമിംഗ് ഫോഴ്സ് ആൻഡ് റെസ്റ്റോറിംഗ് ഫോഴ്സ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അത് രണ്ടും ഈക്വൽ ആയിരിക്കും, ഒപ്പം അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ ഇങ്ങനെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാനുള്ള കഴിവുള്ള ബോഡീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലാസ്റ്റിക് ബോഡീസ്. അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചു പോകാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പ്രോപ്പർട്ടി എന്ന് വിളിക്കുക? ഇലാസ്റ്റിസിറ്റി. സോ വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി? ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി ബൈ വിച്ച് ഇറ്റ് റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ് വെൻ ഡീഫോമിംഗ് ഫോഴ്സ് ഇസ് റിമൂവ്ഡ്. റീഗെയിൻ ചെയ്യുകയാണ്. ഒരിക്കൽ ഡീഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്തതിന്റെ ഫലമായിട്ട് നഷ്ടപ്പെട്ടു പോയ ഫോമും അതിന്റെ സൈസും ഷേപ്പും എല്ലാം ഡീഫോമിംഗ് ഫോഴ്സിന്റെ ആബ്സെൻസിൽ അത് റീഗെയിൻ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് പ്രോപ്പർട്ടി ഈസ് വാട്ട് യു കോൾ ആസ് ഇലാസ്റ്റിസിറ്റി. സോ ഇലാസ്റ്റിസിറ്റി ഓഫ് സോളിഡ്സ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യാനുള്ളത്. ഇതിനകത്ത് നമ്മൾ കാണുന്ന കുറെ ടേംസ് ഉണ്ട്. അതിലൊന്നായിരുന്നു ഡീഫോമിംഗ് ഫോഴ്സ്. അതിന്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റൊരു ഫോഴ്സ് ബോഡിക്ക് ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് റെസ്റ്റോറിംഗ് ഫോഴ്സ്. പിന്നെ നമ്മൾ പറയുന്ന 2 ടേംസ് ആണ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഡയമെൻഷൻസ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കണ്ടതാണ്. ഓട്ടോ സ്ട്രെസ് എന്ന് പറയുന്ന സ്ട്രെസ് ഫോഴ്സുമായിട്ട് എന്തോ ബന്ധമുണ്ട് അല്ലെ? നമുക്കറിയാം, ഫോഴ്സിന് നമ്മൾ പറയുന്ന ടേംസ് ടെൻഷൻ എന്ന് പറയാറുണ്ട്. ഇതെല്ലാം ഫോഴ്സിനെ റിലേറ്റ് ചെയ്യുന്ന ടേംസ് ആണ്. പ്രഷർ, അവിടെയും ഫോഴ്സ് വരുന്നുണ്ട്. അപ്പൊ അതേ പ്രഷറിനെ പോലെ തന്നെ, പ്രഷർ എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താന്ന് നമുക്കറിയാം. അതെന്താ? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ അല്ലേ? അതേപോലെ ഒരു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് എന്ത്? സ്ട്രെസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് സ്ട്രെസ് ആക്ടിംഗ് ഓൺ എ ബോഡി? ഇക്വേഷൻ ഫോർ സ്ട്രെസ് ഇസ് F/A. ഫോഴ്സ് ആക്ടിംഗ്, ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഡീഫോമിംഗ് ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ഇസ് വാട്ട് യു കോൾ ആസ് സ്ട്രെസ്. ആൻഡ് വാട്ട് ഇസ് ഇറ്റ്സ് ഇക്വേഷൻ? ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ എന്ന ഇക്വേഷൻ വരുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ യൂണിറ്റ് മനസ്സിലാകും. ഫോഴ്സിന് ന്യൂട്ടനും ഏരിയക്ക് മീറ്റർ സ്ക്വയറും കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് യൂണിറ്റ് ഇസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ ഹാവിംഗ് യൂണിറ്റ് പാസ്കൽ. പ്രഷറിനുള്ള പോലെ തന്നെ പാസ്കൽ എന്ന യൂണിറ്റ് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ സ്ട്രെസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ഇതേപോലെ തന്നെയാണ് സ്ട്രെയിൻ. സ്ട്രെസ് ഒരു ബോഡിയിൽ കൊടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന ചേഞ്ച് ആണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരു സ്ട്രെസ് കൊടുക്കുകയാണ്. I am applying a deforming force per unit area. The body is strained. അല്ലെ? ഈ ഒരു റബ്ബർ ബാൻഡ് സ്ട്രെയിൻഡ് ആണ്. ഇപ്പോൾ ഇറ്റ് ഈസ് ഹാവിംഗ് ഇറ്റ്സ് ചേഞ്ച്. ഇപ്പോൾ ഒരു റബ്ബർ ബാൻഡ് എടുത്തു, ഞാനൊരു ഡീഫോമിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ കൊടുത്തു. അപ്പൊ ഞാൻ സ്ട്രെസ് അപ്ലൈ ചെയ്തു. ഇതിലുണ്ടായത് എന്താ? സ്ട്രെയിൻ. ആൻഡ് വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഫോർ സ്ട്രെയിൻ? It is actually the ratio between change in
ഡയമെൻഷൻ ആൻഡ് ഒറിജിനൽ ഡയമെൻഷൻ. അവിടെ ഡയമെൻഷൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ലെങ്തോ ഏരിയയോ വോളിയൂമോ ഒക്കെ ആവാം. അപ്പൊ ഇതിൽ ഏത് ഡയമെൻഷൻ ആണോ, നമുക്കറിയാം നമ്മൾ 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ 3 ഡയമെൻഷൻ ഒക്കെ പഠിച്ചപ്പോൾ 1 ഡയമെൻഷണൽ മോഷൻ ആണെങ്കിൽ ഇറ്റ് ഇസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ, 2 ഡയമെൻഷണൽ ആണെങ്കിൽ ഇറ്റ് ഇസ് അലോങ് എ പ്ലെയിൻ. യു നീഡ് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ടു ഡിസ്ക്രൈബ് ഇറ്റ്. 3 ഡയമെൻഷണൽ ആണെങ്കിൽ ഇറ്റ് ഇസ് ഇൻ സ്പേസ്, എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ്സ് വേണം അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ പഠിച്ചതാണ്. ആ ഡയമെൻഷൻ ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ഡയമെൻഷൻ ആണോ ചേഞ്ച് ചെയ്യുന്നത്, ചില സ്ഥലത്ത് അത് ലെങ്ത് ആവാം, ചില സ്ഥലത്ത് അത് വോളിയം ആവാം, ചില സ്ഥലത്ത് തന്നെ ഏരിയയ്ക്ക് ആവാം മാറ്റം ഉണ്ടാവുക. അപ്പോൾ ഈ മാറ്റം ഉണ്ടാവുന്ന എന്തിനാണോ ആ ചേഞ്ച് ഡിവൈഡഡ് ബൈ ദ ഒറിജിനൽ വൺ, അതിനെയാണ് എന്ത് പറയണേ, സ്ട്രെയിൻ. സോ സ്ട്രെയിൻ, ഡെഫിനിഷൻ ഫോർ സ്ട്രെയിൻ ഇസ് ഇറ്റ് ഇസ് ചേഞ്ച്. സ്ട്രെയിൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് കൊടുക്കാവുന്ന ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി, നമുക്ക് ഡെഫിനിഷൻ പറയാം. ഇറ്റ് ഇസ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ചേഞ്ച് ഇൻ ഡയമെൻഷനെ ഒറിജിനൽ ഡയമെൻഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആ ഡയമെൻഷന്റെ സ്ഥാനത്ത് ലെങ്ത് എന്നോ വോളിയം എന്നോ എന്ത് വേണേ വരാം. ചേഞ്ച് ഇൻ ദാറ്റ് ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷനെയാണ് നമ്മൾ എന്ത് പറയുന്ന സ്ട്രെയിൻ. അതുകൊണ്ട് തന്നെ മുകളിൽ എന്താ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വരുന്നത് കൊണ്ട് തന്നെ അതിനെന്താണ് യൂണിറ്റ് ഇല്ല, ഡയമെൻഷൻ ഇല്ല. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അത് പഠിച്ചതാ. യൂണിറ്റ്ലെസ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ എന്ത് പഠിച്ചത്, സ്ട്രെയിൻ. ഓക്കെ, അപ്പൊ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഈ രണ്ട് ക്വാണ്ടിറ്റീസിനെ നമ്മൾ പരിചയപ്പെട്ടു. ഈ സ്ട്രെസ് 3 തരമായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, സ്ട്രെയിനും 3 തരമായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒരേ നേച്ചറാണ്. നമ്മൾ ആ ഓർഡറിൽ ഓർത്തിരുന്നാൽ നമുക്ക് മറക്കാതെ അത് ഓർമ്മയിൽ വെക്കാനായിട്ട് സാധിക്കും. സ്ട്രെസ് 3 തരമുണ്ട്. ഏതൊക്കെ സ്ട്രെസ് ആണെന്ന് വെച്ചാൽ സ്ട്രെസ്സിനെ 3 തരമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ടെൻസൈൽ സ്ട്രെസ്, കംപ്രസീവ് സ്ട്രെസ് ആൻഡ് ടാൻജൻഷ്യൽ ഓർ ഷിയറിംഗ് സ്ട്രെസ്. നമുക്ക് 3 തരം സ്ട്രെസ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തേതിനെയാണ് നമ്മൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് വിളിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ബോഡിയുടെ ലെങ്തിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇലോങ്ങേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡിഫോമിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയ്ക്ക് പറയുന്ന പേരാണ് ടെൻസൈൽ സ്ട്രെസ്. ടു സ്ട്രെച്ച് എ ബോഡി, ടു ഇലോങ്ങേറ്റ് എ ബോഡി, ദ റെസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഇസ് വാട്ട് യു കോൾ ആസ് ടെൻസൈൽ സ്ട്രെസ്. അതിനുശേഷം രണ്ടാമത് വരുന്നത് കംപ്രസീവ് സ്ട്രെസ് എന്നാ പറഞ്ഞു അല്ലെ. ഒരു ബോഡി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്ത് കംപ്രസ് ചെയ്യാന്ന് വെച്ചോ. ഇപ്പൊ ഈ ബോഡിയുടെ ഷേപ്പ് നിങ്ങൾക്ക് കാണാം. ഞാനിത് കംപ്രസ് ചെയ്യാണ്, ഞാനൊരു കംപ്രസീവ് സ്ട്രെസ് ആ കൊടുത്തത്. ഇതിന്റെ വോളിയം മാറിയില്ലേ, വോളിയം ചേഞ്ച് ചെയ്തെന്ന് മാത്രമല്ല വോളിയം കുറഞ്ഞു ഇല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ബോഡിയുടെ ഷേപ്പ്, സൈസ്, ഷേപ്പ്, ഫോമിനൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഇവിടെ ഞാൻ അപ്ലൈ ചെയ്ത സ്ട്രെസ്സിന്റെ പേര് എന്താണ്, കംപ്രസീവ് സ്ട്രെസ്. അതിന് ഹൈഡ്രോളിക് സ്ട്രെസ് എന്നും ഒരു പേരുണ്ട്. ഫ്ലൂയിഡ്സിൽ വരുമ്പോൾ അത് ഹൈഡ്രോളിക് സ്ട്രെസ് എന്നുള്ള പേരിൽ പറയും. അപ്പൊ രണ്ടാമത്തെ സ്ട്രെസ് ഏതാണ്, കംപ്രസീവ് സ്ട്രെസ്. ഇറ്റ് is produced on a body to compress it. It is applied on a body to compress it. Restoring force per unit area to compress a body. അതിനെയാണ് നമ്മൾ compressive stress or hydraulic stress എന്ന് പറയുന്നത്. And the third one is shearing stress or tangential stress. അവിടെ കൊടുക്കുന്നത് ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ്. ടാൻജൻഷ്യൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ കാണിക്കാനായിട്ട് ഞാനൊരു സബ് എടുത്ത് വെച്ചിട്ടുണ്ട്. ടാൻജൻഷ്യൽ ഫോഴ്സ് കാണിക്കാനാണ്. ഈ ബോഡിയുടെ ഷേപ്പ് ഇപ്പൊ റെക്ടാങ്കുലർ അല്ലേ, ഞാൻ ഇവിടുന്ന് ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുക്കുകയാണ്. ഈ ഷേപ്പ് മാറിയത് കണ്ടോ, ചരിഞ്ഞില്ലേ ഇങ്ങനെ. അപ്പൊ നേരെ ഇരുന്നതിന് ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുത്ത് ചരിഞ്ഞ്, ബ്രെഡിന്റെ ലോഫാണിത്. ഇത് നേരെ ഇരിക്കുമ്പം റെക്ടാങ്കുലർ ഷേപ്പിലാണ്. അതിനൊരു ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അതൊരു ചരിവിലേക്കായിട്ടാണ് പോകുന്നത്. അപ്പോ അതിനെയാണ് നമ്മൾ ടാൻജൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതിനിപ്പോ ഒരു പടം വരച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാൻജൻഷ്യൽ സ്ട്രെസ് കാണിക്കാം. ഇങ്ങനെ ഒരു ബോഡി ഇരിക്കണമെങ്കിൽ ഇതിൽ ഇവിടുന്ന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അതിനാണ് ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് എൽ ലെങ്ത് ഉള്ള ഒരു ബോഡിയാണ്. അതിന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ചരിവ് വരും. ഇത് സിലിണ്ടറിക്കൽ ഷേപ്പ് ആവാം, റെക്ടാങ്കുലർ ഷേപ്പ് ആവാം. അപ്പൊ എന്ത് പറ്റും, ഇവിടെ ഒരു ആംഗിൾ മാറും അല്ലെ, ഒരു ആംഗിൾ ടേൺ ചെയ്യും. എൽ എന്ന് പറയുന്ന ലെങ്ത് ഉള്ള ഈ ബോഡിക്ക് ഇങ്ങനെ ഒരു ചരിവ് വന്നു. ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ചതിന് റെക്ടാങ്കുലർ ഷേപ്പ് ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് റെക്ടാങ്കുലർ ഷേപ്പിൽ. ഞാൻ ടാൻജൻഷ്യൽ ആയിട്ടൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ ചരിവ് വന്നുണ്ടോ, ആ ചരിവ് ഒരു ആംഗിൾ ടേൺ ചെയ്യുകയാണ് അല്ലെ. ആംഗിൾ ടേൺ ചെയ്തു. ഈ മാറിയ ദൂരം ഡെൽറ്റ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ
ടാൻ തീറ്റ ഈ ട്രയാങ്കിളിലെ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ഡെൽറ്റ എക്സ് ബൈ എൽ എന്ന് കിട്ടും. തീറ്റ വളരെ ചെറുതാണെങ്കിൽ നമുക്ക് തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് എടുക്കാം. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ബൈ എൽ എന്ന് കിട്ടും. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മൾ സംസാരിച്ചത് 3 തരം സ്ട്രെസ്സിനെ കുറിച്ചാണ്. മറക്കണ്ട, എന്തൊക്കെയാ അതിന്റെ പേര്? ഫസ്റ്റ് വൺ ടെൻസൈൽ സ്ട്രെസ്. ടെൻസൈൽ സ്ട്രെസ് ഏതാന്ന് ഓർമ്മയുണ്ടല്ലോ, ബോഡിക്ക് ഇലോങ്ങേഷൻ കൊണ്ടുവരാൻ വേണ്ടി. സെക്കൻഡ് വൺ ഇസ് കംപ്രസീവ് സ്ട്രെസ്, ബോഡിയുടെ വോളിയം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് തേർഡ് വൺ ഇസ് ടാൻജൻഷ്യൽ സ്ട്രെസ്, force applied tangentially per unit area. That is tangential stress or other name is shearing stress. 3 തരം സ്ട്രെസ് പറഞ്ഞ പോലെ തന്നെ 3 തരം സ്ട്രെയിനും ഉണ്ട്. സ്ട്രെസ്സും സ്ട്രെയിനും എന്താന്ന് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സ്ട്രെസ് 3 തരം ഇപ്പൊ പറഞ്ഞു, ഇതേപോലെ 3 സ്ട്രെയിനും ഉണ്ട്. അപ്പൊ ഇത് കറസ്പോണ്ടിങ് ആ ആദ്യം പറഞ്ഞ ടെൻസൈൽ സ്ട്രെസ്സിന്റെ ആണ് ആദ്യത്തെ സ്ട്രെയിൻ ആയ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. എന്താ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ? ടെൻസൈൽ സ്ട്രെസ് എന്തായിരുന്നു? Restoring force per unit area for stretching a body or producing a change in length എന്നല്ല പറഞ്ഞേ. അപ്പൊ പിന്നെ എന്തായിരിക്കും ഫസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ? നമുക്ക് ഊഹിക്കാം, ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോ ടെൻസൈൽ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിന് കിട്ടാൻ പോണ ഇക്വേഷൻ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്തിന് ഡെൽറ്റ എൽ കൊണ്ടും ഒറിജിനൽ ലെങ്തിനെ ക്യാപിറ്റൽ എൽ കൊണ്ട് കാണിക്കുവാണെങ്കിൽ യു ആർ ഗെറ്റിംഗ് ദിസ് എക്സ്പ്രഷൻ ആസ് ഡെൽറ്റ എൽ ബൈ എൽ. ഇനി രണ്ടാമത്തത് നമ്മൾ നേരത്തെ സ്ട്രെസ്സിന്റെ അവിടെ രണ്ടാമത് പറഞ്ഞത് ഏതാ? കംപ്രസീവ് സ്ട്രെസ്. ഇവിടെ അതേപോലെ സ്ട്രെയിൻ എന്ന് പറയുന്നത് കംപ്രസീവ് സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയ സ്ട്രെയിൻ ആണ് ഉണ്ടാവുന്നത്. എന്തിലാ ചേഞ്ച് ഉണ്ടാവുന്നത്? വോളിയത്തില്. അപ്പൊ വോളിയം പക്ഷെ കുറയുകയാണ് ചെയ്യുന്നത്. ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയത്തെയാണ് എന്ത് പറയണേ? രണ്ടാമത്തെ സ്ട്രെയിൻ വോളിയം സ്ട്രെയിൻ എന്ന് പറയും. ആ വോളിയം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ വി ബൈ വി, ക്യാപിറ്റൽ വി. ഡെൽറ്റ വി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയത്തിനെയും ക്യാപിറ്റൽ വി എന്ന് പറഞ്ഞ ഒറിജിനൽ വോളിയത്തിനെയും കാണിക്കും. ഇനി മൂന്നാമത്തെ സ്ട്രെസ് ഏതായിരുന്നു? ടാൻജൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ ഷിയറിംഗ് സ്ട്രെസ്. അപ്പൊ അതുണ്ടാക്കുന്ന സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പടം വരച്ച് കാണിച്ചില്ലേ, എന്താണ്? ഡെൽറ്റ ഇവിടെ ഇങ്ങനെ ഇരുന്നതിനെ ചരിച്ച് നമ്മൾ ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്ത് ചരിച്ച് ഒരു ആംഗിൾ ടേൺ ചെയ്യിക്കുവാണ്. അപ്പൊ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ആംഗിൾ ടേൺഡ് എന്നാ പറയുക. അത് റേഡിയനിൽ അളക്കുന്ന ആംഗിൾ ടേൺ. ഇറ്റ് ഇസ് ആംഗിൾ ടേൺഡ് ഇൻ റേഡിയൻ എന്നാ പറയണേ വെൻ എ ടാൻജൻഷ്യൽ ഫോഴ്സസ് അപ്ലൈ. ഇനി അത് എന്താന്ന് ചോദിച്ചാൽ അതിനെ വേണമെങ്കിൽ നമുക്ക് എന്താക്കി മാറ്റാം? ആംഗിൾ ടേൺഡ് എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. തീറ്റ വളരെ ചെറുതാവുന്ന സാഹചര്യത്തിൽ സൈൻ തീറ്റയും ടാൻ തീറ്റയും നമ്മൾ തീറ്റ ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യണം. സൈൻ തീറ്റ ടാൻ തീറ്റ എന്ന ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിൽ തീറ്റ വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ഈ സൈൻ തീറ്റ എന്നുള്ളതിനെ മാറ്റി വെറും തീറ്റ എന്ന് എഴുതാം. ടാൻ തീറ്റ എന്നുള്ളതിനെ മാറ്റി വെറും തീറ്റ എന്ന് എഴുതാം. അപ്പൊ അത് തിരിച്ചു പറയുകയാണ്. ഇവിടെ തീറ്റ വളരെ ചെറുതാണ്. ആ തീറ്റയെ നമ്മൾ ടാൻ തീറ്റ കണ്ടുപിടിക്കണം. ടാൻ തീറ്റ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ എക്സ് ബൈ എൽ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അവിടെയും ഒരു ചേഞ്ച് ആണ്, ഡിസ്റ്റൻസിലെ ഒരു ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. ഒരു സ്മോൾ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ്, ഇവിടെ ഒറിജിനൽ ലെങ്ത് എല്ലും വന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് ഷിയറിംഗ് സ്ട്രെയിൻ. അപ്പൊ 3 സ്ട്രെസ്സും 3 സ്ട്രെയിനും ആണ് നമ്മൾ പറഞ്ഞ. സ്ട്രെയിനിലെ ആദ്യത്തേത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്, ഡെൽറ്റ എൽ ബൈ എൽ ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അടുത്തത് ഡെൽറ്റ വി ബൈ വി വോളിയം സ്ട്രെയിൻ. അടുത്തത് തീറ്റ ആംഗിൾ ഷിയറിംഗ് സ്ട്രെയിൻ അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ മതി. ഷിയറിംഗ് സ്ട്രെയിൻ ഇസ് ദ ആംഗിൾ ടേൺഡ് ഇൻ റേഡിയൻ വെൻ എ ടാൻജൻഷ്യൽ ഫോഴ്സസ് അപ്ലൈ. അപ്പൊ നമ്മൾ 3 സ്ട്രെസ്സും 3 സ്ട്രെയിനും പഠിച്ചില്ലേ? ഈ 3 സ്ട്രെസ്സും ഇനി സ്ട്രെയിനും വെച്ചിട്ട് വേറൊരാളുണ്ട്, ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു വാല്യൂ വരാൻ പോകുന്നുണ്ട് സ്ട്രെസ്സും സ്ട്രെയിനും ഉപയോഗിച്ച്. അത് പറയുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ലോ, വളരെ ഇമ്പോർട്ടന്റ് ലോ ആണ് ഇലാസ്റ്റിസിറ്റിയിൽ. ആകെ നമുക്കൊരു ലോയെ പഠിക്കാനുള്ളൂ. റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞൊരു ലോ ആണ്. അതിന്റെ പേര് ഹുക്സ് ലോ എന്നാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആണ് ഹുക്സ് ലോ. ഹുക്സ് ലോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഇത്രയേ ഉള്ളൂ. Within the elastic limit, stress is directly proportional to strain. Elastic limit എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ ഇതിലൊരു ഇലാസ്റ്റിക് ബോഡിയാണ് അല്ലെ. നമ്മളൊരു ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഇതിന് ഇലോങ്ങേഷൻ സംഭവിക്കുന്നു. ഈ ഇലോങ്ങേഷൻ എപ്പോ വരെ സംഭവിക്കും? ഇത് ഞാൻ തിരിച്ചു വിടുമ്പോൾ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ പോകുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇത് കേട്ടോ, എന്താ ഇത് ഇലാസ്റ്റിക് ലിമിറ്റ് ക്രോസ് ചെയ്തു. അപ്പൊ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്ന ലിമിറ്റ് സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി, നമ്മൾ എന്തോരം സ്ട്രെസ് കൊടുക്കുന്നോ അതനുസരിച്ച് ആ സ്ട്രെയിൻ ഉണ്ടാവണം. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എപ്പോഴും വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. ആ ഇലാസ്റ്റിക് ലിമിറ്റ് ക്രോസ് ചെയ്താലാണ് അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലാണ്ടാവുന്നത്.
ഓക്കെ, അപ്പൊ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇതാണ് ഹുക്സ് ലോ. സ്റ്റേറ്റ്മെന്റ് ചോദിക്കാറുള്ളതാണ്. വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ പ്രൊഡ്യൂസ്. ഇനി ഇലാസ്റ്റിക് ലിമിറ്റ് എന്താണെന്ന് അറിയണം. ദ ലിമിറ്റ് ടിൽ വെയർ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറഞ്ഞാലും മതി. പിന്നെ ഇലാസ്റ്റിസിറ്റി ആൻഡ് ഇലാസ്റ്റിക് ലിമിറ്റിനെ കമ്പയർ ചെയ്യുന്ന ഒരു കാര്യം പറയുന്ന ഒരു ഫാക്ട് പറയുന്നുണ്ട്. ഇലാസ്റ്റിസിറ്റി ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ഇലാസ്റ്റിക് ലിമിറ്റ് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ബോഡി എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇലാസ്റ്റിസിറ്റി ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. അതായത് ഇപ്പൊ റബ്ബറിന്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു വാല്യൂ എല്ലാ റബ്ബർ കൊണ്ടുണ്ടാക്കിയ എല്ലാ വസ്തുക്കൾക്കും ആ ഇലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി. പക്ഷെ ഇലാസ്റ്റിക് ലിമിറ്റ് വ്യത്യാസം ഉണ്ടാവും. എന്നുവെച്ചാൽ റബ്ബർ കൊണ്ട് റബ്ബർ ബാൻഡ് ഉണ്ടാക്കിയാൽ അതിന്റെ ഇലാസ്റ്റിക് ലിമിറ്റ് ആയിരിക്കില്ല. റബ്ബർ കൊണ്ട് നമ്മളൊരു ഇറേസർ, നമുക്കറിയാലോ ഇറേസർ നമ്മൾ മായ്ക്കാനോ പെൻസിൽ കൊണ്ട് എഴുതിയത് റബ്ബ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഇറേസർ റബ്ബർ കൊണ്ടുള്ള വേറെ എന്തെല്ലാം ഉണ്ട്? റബ്ബർ സ്ലിപ്പർ ഉണ്ട്, റബ്ബർ ടയർ ഉണ്ട്. ഇതിന്റെയൊക്കെ ഇലാസ്റ്റിക് ലിമിറ്റ് ഇതേപോലെയാണോ? ബലൂൺ ഉണ്ട്. ഇതിന്റെ ഒന്നും ഇലാസ്റ്റിക് ലിമിറ്റ് ഒരേപോലെയല്ല. അപ്പം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, പക്ഷെ റബ്ബറിന്റെ എല്ലാം ഇലാസ്റ്റിസിറ്റി ഒരേപോലെയാണ്. റബ്ബറിന്റെ എന്ന് പറയുന്ന ബോഡിയുടെ പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിസിറ്റി. അപ്പൊ അതുകൊണ്ടാണ് പറയണത് ഇലാസ്റ്റിസിറ്റി ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ബോഡി ബട്ട് ഇലാസ്റ്റിക് ലിമിറ്റ് ഇസ് ദ ഇലാസ്റ്റിസിറ്റി ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ഇലാസ്റ്റിക് ലിമിറ്റ് ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ബോഡി എന്ന് പറയാൻ കാരണം അതാണ്. അപ്പൊ ഹുക്സ് ലോ നമ്മൾ പഠിച്ചു. ഇനി സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നുള്ളത് ഒരു ഇക്വേഷൻ ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് എന്തറിയാം? ഈക്വൽ ടു ഇട്ട് കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ സ്ട്രെസ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻടു സ്ട്രെയിൻ എന്ന് പറയാം. Or you can say this stress by strain is equal to constant, and that constant is known as modulus of elasticity. Stress by strain എന്ന് പറയുന്ന റേഷ്യോന് പറയുന്ന പേരാണ് എന്ത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പൊ ഓർക്കണം, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇനി പലതരത്തിലുണ്ട്. മൂന്ന് തരത്തിൽ തന്നെ ഉണ്ട്. 3 സ്ട്രെസ്സും 3 സ്ട്രെയിനും ഉള്ളതുപോലെ അത് രണ്ടും കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന 3 മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ആ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിക്ക് നേരത്തെ പറഞ്ഞ സ്ട്രെസ്സിന്റെ അതേ യൂണിറ്റ് ആയിരിക്കും, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. എന്തേ കാര്യം? സ്ട്രെസ്സിന് യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്, സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല. അപ്പൊ എന്താ? സ്ട്രെസ്സിന്റെ അതേ യൂണിറ്റിൽ വരുള്ളൂ. അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ എന്ന് നമുക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിക്കും യൂണിറ്റ് പറയാം. 3 മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇനി ഏതൊക്കെയാന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഈ എഴുതിയിരിക്കുന്നത്, യങ്സ് മോഡുലസ് എന്ന് പറയും. ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ Y. യങ് എന്ന് പറയുന്നത് തോമസ് എം എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ പേരിലാണിത്. യങ് അപ്പോസ്ട്രോഫി എസ്, യങ്സ് മോഡുലസ് എന്ന് പറയുക. അവിടെ എന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ 3 സ്ട്രെസ്സും 3 സ്ട്രെയിനും. അതിലെ ആദ്യത്തെ സ്ട്രെസ്സും ആദ്യത്തെ സ്ട്രെയിനും ആരൊക്കെയായിരുന്നു? ടെൻസൈൽ സ്ട്രെസ്സും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും. ഇവ തമ്മിലുള്ള റേഷ്യോയ്ക്കാണ് എന്ത് പറയണത്? യങ്സ് മോഡുലസ്. ഫസ്റ്റ് സ്ട്രെസ് ടെൻസൈൽ സ്ട്രെസ് ആൻഡ് ദ സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദാറ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഈ ടെൻസൈൽ സ്ട്രെസ്സിനും ഹൈഡ്രോളിക് സ്ട്രെസ്സിനും അതായത് കംപ്രസീവ് സ്ട്രെസ്സിനും ഒക്കെ സിഗ്മ എന്നൊരു ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഈ ലെറ്റർ സ്മോൾ ലെറ്റർ സിഗ്മയാണ്. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ സിഗ്മ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇല്ലേ? ഈ സമ്മേഷൻ ഓഫ് സീരീസ് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ സിഗ്മ യൂസ് ചെയ്തിട്ടുണ്ട്. ആ സിഗ്മ അല്ല, ഇത് സ്മോൾ ലെറ്റർ സിഗ്മ. ഇത് സ്ട്രെസ്സിന് വേണ്ടി ചില ടെക്സ്റ്റുകളിൽ ആ ലെറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അത് കണ്ടാൽ എവിടെയെങ്കിലും കണ്ടാൽ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളത് സ്മോൾ ലെറ്റർ സിഗ്മയാണ് ഡിനോട്ടിങ് സ്ട്രെസ്. അതിന് വലിയൊരു സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല, നമ്മൾ കോമൺ ആയിട്ട് അതൊന്നും യൂസ് ചെയ്യാറുമില്ല. ഓക്കെ, അപ്പം യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് റേഷ്യോ ബിറ്റ്വീൻ ടെൻസൈൽ സ്ട്രെസ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ആൻഡ് വാട്ട് ഇസ് ഇക്വേഷൻ? Y is equal to F/A ആണ് നോർമലി എല്ലാ സ്ട്രെസ്സിനും നമ്മൾ കൊടുക്കുക. പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ത് കൊടുക്കും? ഡെൽറ്റ L/L. അപ്പൊ F/A ഡിവൈഡഡ് ബൈ ഡെൽറ്റ L/L. ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ നോർമലി നമ്മൾ എന്താ ചെയ്യാറ്? തിരിച്ചിട്ട് ഗുണിക്കും. അപ്പൊ ഡെൽറ്റ L/L എന്നുള്ളതിനെ എങ്ങനെ എടുക്കുക? തിരിച്ചെടുക്കുമ്പോൾ ക്യാപിറ്റൽ L by ഡെൽറ്റ L വരും. സോ യുവർ ഇക്വേഷൻ ബിക്കംസ് F/A into ക്യാപിറ്റൽ L by ഡെൽറ്റ L. യങ്സ് മോഡുലസിന്റെ ഇക്വേഷൻ ആണ് പറഞ്ഞത് Y is equal to F/A into ഡെൽറ്റ L by ക്യാപിറ്റൽ L. ഇതിലെ ലെറ്റേഴ്സ് എന്താ കാണിക്കണേ? F ഫോഴ്സ്, ഏരിയ, delta L is change in length and capital L is the original length. Sorry, തിരിച്ചാണ് delta L by L വെച്ച് ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ it becomes L by delta L. Capital L is the original length and small L എന്നോ ഇത് ക്യാപിറ്റൽ L എന്നോ കൊടുക്കാം. ഡെൽറ്റ L എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്തിനെയാണ് കാണിക്കുക. ഓക്കെ, അപ്പൊ സോ ദിസ് ഇസ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരുത്തിയും പറയാം. എഫിന് പകരം mg യും A എന്ന് പറയുന്ന ഏരിയ സിലിണ്ടറിക്കൽ വയർ ആണെങ്കിൽ അത് നമുക്ക്
ക്രോസ് സെക്ഷണൽ ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ എക്ക് പൈ ആർ സ്ക്വയർ കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ എം ജി ബൈ പൈ ആർ സ്ക്വയർ ഇൻറ്റു ക്യാപിറ്റൽ എൽ ബൈ ഡെൽറ്റ എൽ എന്നും ഇക്വേഷൻ മാറാറുണ്ട്. പ്രോബ്ലം ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. സോ യങ്സ് മോഡുലസ് ഇക്വേഷൻ y is equal to f by a into capital L by delta L, or it is mg by pi r square into capital L by delta L. ആ ഇക്വേഷൻ വെച്ച് യങ്സ് മോഡുലസ് കണ്ടുപിടിക്കാം. അപ്പോൾ യങ്സ് മോഡുലസിന്റെ വാല്യൂ സോളിഡ്സിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നമ്മൾ ഇലാസ്റ്റിക് നേച്ചർ പറയുമ്പോൾ റബ്ബർ ഒരു ഫാക്ട് ഉണ്ട്. സ്റ്റീലും റബ്ബറും കൂടി കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലെപ്പോഴും റബ്ബർ ആയിരിക്കും മോർ ഇലാസ്റ്റിക് എന്ന് തോന്നുക. പക്ഷേ സ്റ്റീൽ ഇസ് മോർ ഇലാസ്റ്റിക്. സ്റ്റീൽ ഇസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. എന്താ കാരണം എന്ന് വെച്ചാൽ അതിന്റെ യങ്സ് മോഡുലസ് വാല്യൂ വളരെ കൂടുതലാണ്. അതിൽ നമ്മൾ എത്ര സ്ട്രെസ് കൊടുത്താലും എഫ് ബൈ എ സ്ട്രെസ് ബൈ സ്ട്രെയിനല്ലേ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സ്ട്രെസ് കൂടുതൽ കൊടുക്കുമ്പോഴും സ്ട്രെയിൻ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അപ്പൊ സ്ട്രെസ് ന്യൂമറേറ്റർ അല്ലേ കൂടുതൽ, സ്ട്രെയിൻ കുറച്ചേ ഉള്ളൂ, ഡിനോമിനേറ്റർ കുറവാണ്. യങ്സ് മോഡുലസ് വാല്യൂ കൂടുതലാണ്. അതുകൊണ്ടാണ് അതിനെ മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്, ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ബി. ബൾക്ക് മോഡുലസിൽ നേരത്തെ പറഞ്ഞല്ലോ രണ്ടാമത്തെ സ്ട്രെസ്സും രണ്ടാമത്തെ സ്ട്രെയിനും ആരൊക്കെയാ? കംപ്രസീവ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്ട്രെസ്സും രണ്ടാമത്തെ സ്ട്രെയിൻ ഏതായിരുന്നു? വോളിയം സ്ട്രെയിൻ. ഇവ തമ്മിലുള്ള റേഷ്യോ ആണ് ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. അപ്പൊ ബി ഇസ് ഈക്വൽ ടു എഫ് ബൈ എ ബൈ വി ബൈ ഡെൽറ്റ വി ബൈ ചേഞ്ച് ഇൻ ലെങ്ത്, ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം, ഡെൽറ്റ വി ബൈ വി ആണ്. തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ വി ബൈ ഡെൽറ്റ വി. അപ്പൊ മൈനസ് സൈൻ അവിടെ വന്നിട്ടുണ്ട്. മറ്റേ ഇക്വേഷനിലൊന്നും മൈനസ് സൈൻ ഉണ്ടായിരുന്നില്ല. ഇവിടെ മൈനസ് സൈൻ വരുന്നതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടാക്കാൻ വേണ്ടി ലെങ്ത് കൂട്ടുക ചെയ്ത്, അതേസമയം ഇവിടെ ചേഞ്ച് ഇൻ വോളിയം കുറയ്ക്കുക ചെയ്യണം. നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ് കാരണം വോളിയം കുറയുന്നുണ്ടാണ് അവിടെ നെഗറ്റീവ് സൈൻ. സോ ദാറ്റ് ഇസ് അബൌട്ട് ബൾക്ക് മോഡുലസ്. പിന്നെ എഫ് ബൈ എ എന്നുള്ളതിന് പകരം ഇവിടെ ഈ കേസിൽ പ്രഷർ എന്ന് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് മൈനസ് പി ഇൻറ്റു വി ബൈ ഡെൽറ്റ വി എന്നും ഇക്വേഷനെ പറയാം. ഈ ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കലിന് ഒരു പേര് പറയും, കംപ്രസിബിലിറ്റി എന്നാണ് പറയാം. കംപ്രസിബിലിറ്റി ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്. പ്രോബ്ലത്തിലൊക്കെ ചോദിച്ചാൽ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ബൾക്ക് മോഡുലസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ റെസിപ്രോക്കൽ കണ്ടുപിടിച്ചാലേ കംപ്രസിബിലിറ്റി ആവത്തുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ ആണ് ഇതിന്റെ യൂണിറ്റ്. ഇനി ഇവിടെ വേറൊരു പോയിന്റ് ഉണ്ട്, ഒരു ആപ്ലിക്കേഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുള്ളത് സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസിന്റെ ബൾക്ക് മോഡുലസിനെ കമ്പയർ ചെയ്ത്. അപ്പം അത് ബൾക്ക് മോഡുലസ് നമുക്കറിയാം, ഗ്യാസ് എന്ന് പറഞ്ഞാൽ വളരെ സ്പേസ് എന്ന് വെച്ചാൽ മോളിക്യൂൾസ് തമ്മിലുള്ള സ്പേസ് വളരെ കൂടുതലായിരിക്കും. ഫാർ അപ്പാർട്ടായിട്ടാണ് ഗ്യാസ് മോളിക്യൂൾസ് ഇരിക്കുക. അപ്പൊ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ചേഞ്ച് വരുത്താനായിട്ട് നല്ലപോലെ കംപ്രസ് ചെയ്യാൻ സാധിക്കുന്ന ആരെയായിരിക്കും? ഗ്യാസ് മോളിക്യൂൾസിനായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെൽറ്റ വി എന്ന് പറയുന്നത് നോക്കൂ, ഇവിടെ ഡിനോമിനേറ്റർ ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ നല്ലപോലെ ചേഞ്ച് ഇൻ വോളിയം വരുത്താൻ പറ്റുന്നത് ഗ്യാസിനാണ്. അപ്പൊ ഡിനോമിനേറ്റർ കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഗ്യാസിന്റെ ബൾക്ക് മോഡുലസ് വാല്യൂ വളരെ കുറവാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിളിൽ തന്നിട്ടുണ്ട് സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസിന്റെ ബൾക്ക് മോഡുലസ് വാല്യൂ കമ്പയർ ചെയ്ത് അതിൽ ഏറ്റവും കൂടുതൽ ബൾക്ക് മോഡുലസ് വരിക സോളിഡ്സിനാണ്, അതിനുശേഷം ലിക്വിഡ്സിന്, അതിന് ഏറ്റവും കുറവായിട്ട് ഗ്യാസിനുമാണ് വരിക. അപ്പൊ ബൾക്ക് മോഡുലസിനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എങ്ങനെയായിരിക്കും? നാച്ചുറലി ബൈ ദ റേഷ്യോ ബിറ്റ്വീൻ ദ തേർഡ് വൺ. ഏതൊക്കെയാണ്? ഷിയറിംഗ് സ്ട്രെസ്സും ഷിയറിംഗ് സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ ആയതുകൊണ്ട് അതിനെ ഷിയർ മോഡുലസ് എന്ന് തന്നെയാണ് പറയണേ. വേറൊരു പേരും കൂടിയുണ്ട്, റിജിഡിറ്റി മോഡുലസ്. ഷിയർ മോഡുലസ് ഓർ റിജിഡിറ്റി മോഡുലസ് എന്തായിരിക്കും? അപ്പൊ നാച്ചുറലി ഇറ്റ്സ് ദ റേഷ്യോ ബിറ്റ്വീൻ വാട്ട് ആൻഡ് വാട്ട്? ഷിയറിംഗ് സ്ട്രെസ് ആൻഡ് ഷിയറിംഗ് സ്ട്രെയിൻ. പിന്നെ ഇക്വേഷൻ അറിയാലോ, ഷിയറിംഗ് സ്ട്രെസ്സിന് നമുക്ക് എഫ് ബൈ എ തന്നെ പറയാം. ഷിയറിംഗ് സ്ട്രെയിൻ എന്ത് പറയും? തീറ്റ ആണെന്നല്ലേ പറഞ്ഞ, ഓർക്കണില്ലേ? ടാൻജൻഷ്യൽ ഫോഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആംഗിൾ ടേൺഡ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇക്വേഷൻ ഇവിടെ എഫ് ബൈ എ തീറ്റ എന്ന് പറയാം. ജി എന്നുള്ള ലെറ്റർ ആണ് റിജിഡിറ്റി മോഡുലസ് അല്ലെങ്കിൽ ഷിയർ മോഡുലസിനെ കാണിക്കുന്നത്. അപ്പൊ എഫ് ബൈ എ തീറ്റ എന്ന് പറയാം. തീറ്റയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡെൽറ്റ എക്സ് ബൈ എൽ എന്ന് കൊടുക്കാം. ആ വാല്യൂ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എൽ ഇതാണ് എഫ് ബൈ എ, താഴെ തീറ്റയ്ക്ക് പകരമാണ് ഡെൽറ്റ എക്സ് ബൈ എൽ. അപ്പൊ തിരിച്ചിടുമ്പോൾ എന്താകും? എൽ ബൈ ഡെൽറ്റ എക്സ്. അപ്പൊ ഇങ്ങനൊരു ഇക്വേഷൻ ഇത് കണ്ടാൽ ഏകദേശം യങ്സ് മോഡുലസിനെ പോലെ തന്നെയുണ്ട്. ചേഞ്ച് ഇൻ ലെങ്തും ഒറിജിനൽ ലെങ്തും പോലെ തന്നെ തോന്നും. എക്സ് എന്ന ലെറ്റർ വന്നു എന്നുള്ളതേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ റിജിഡിറ്റി മോഡുലസ് ആൻഡ് ഇക്വേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ചില മെറ്റീരിയൽസിൽ, എല്ലാ മെറ്റീരിയൽസിലും എന്ന് പറയുന്നില്ല ടെക്സ്റ്റില്, പക്ഷെ മിക്കവാറും മെറ്റീരിയൽസിൽ ഒബേ ചെയ്യുന്ന ഒരു റിലേഷൻ ഉണ്ട്. ആരൊക്കെ തമ്മിലാണ്? ആദ്യത്തെ യങ്സ് മോഡുലസും അവസാനം ഇപ്പൊ പറഞ്ഞ റിജിഡിറ്റി മോഡുലസും തമ്മിൽ. യങ്സ് മോഡുലസിന്റെ ലെറ്റർ വൈ, റിജിഡിറ്റി മോഡുലസിന്റെ ലെറ്റർ ജി. ഇവ തമ്മിലുള്ള റിലേഷൻ ജി ഈസ് ഈക്വൽ ടു വൈ ബൈ 3 എന്നാണ്. ഇത്
കുറേ മോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽസ് ഒബേ ദിസ് റിലേഷൻ എന്നാ പറയും. അപ്പം നമ്മൾ സ്ട്രെസ് 3 തരമുള്ളത് പഠിച്ചു, സ്ട്രെയിൻ 3 തരമുള്ളത് പഠിച്ചു, ദെൻ ഹുക്സ് ലോ, വെരി ഇമ്പോർട്ടൻറ്റ് ഹുക്സ് ലോ പഠിച്ചു. എന്തായിരുന്നു ഹുക്സ് ലോ? വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു സ്ട്രെയിൻ എന്ന് ഹുക്സ് ലോ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്ന റേഷ്യോയെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ ആയിട്ട് പറയാം. അത് 3 തരം പഠിച്ചു. ഫസ്റ്റ് വൺ ഇസ് യങ്സ് മോഡുലസ്, ആൻഡ് സെക്കൻഡ് ഇസ് ബൾക്ക് മോഡുലസ്, ആൻഡ് തേർഡ് വൺ ഇസ് റിജിഡിറ്റി മോഡുലസ്. താങ്ക് യു.